മലപ്പുറത്ത് പോലീസുകാരന് സസ്പെൻഷൻ ലഹരി സംഘവുമായുള്ള ബന്ധം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. മലപ്പുറം കരിപ്പൂർ സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവർ ഷറഫുദ്ദീനെയാണ് സസ്പെൻഡ് ചെയ്തത്. ജംഷീർ കൊടിഞ്ഞു ചേരുകയാണ്. ജംഷീർ, വലിയ വിവാദമായിരുന്നു ഈ സംഭവം. ഇപ്പോൾ പോലീസുകാരന് ലഹരി മാഫിയയുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുകയാണോ പോലീസ്? വിനിഷ, തീർച്ചയായിട്ടും. അതായത് ഇത് ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രം ഇത് രണ്ടാമത്തെ പോലീസുകാരനെയാണ് കരിപ്പൂർ സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന പോലീസുകാരിൽ സസ്പെൻഡ് ചെയ്യുന്നത്. അതായത് 2026 ജനുവരി 22-നാണ് ഈ കേസിനാസ്പദമായ കേസ് ഉണ്ടാകുന്നത്. അന്ന് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് 40.6 ഗ്രാമോളം MDMA പിടികൂടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിലായിരുന്നു. ഇതിലെ മുഖ്യപ്രതിയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസുകാരനെ, ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പോലീസുകാരന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഗോവിന്ദ് രാജ് എന്ന ഒരു CPI പോലീസുകാരനെയും സമാനമായ രീതിയിൽ ഈ മുഖ്യപ്രതിയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്തർ സംസ്ഥാന ലഹരി കടത്തുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇവരുടെ ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഇതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഇവർക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ്, ഏതാണ്ട് ഒരു മാസം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെ ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ധനേഷ് എന്ന കരിപ്പൂരിലെ തന്നെയുള്ള സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തത്. അന്ന് MDMA പിടികൂടിയ കേസിൽ 2 കിലോയോളം MDMA വിദേശത്ത് നിന്ന് എത്തിച്ച 2 കിലോയോളം MDMA പിടികൂടിയ കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി പിടിയിലായിരുന്നു. ഇയാളുമായി ഈ പോലീസുകാരന് നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ 2 കേസിൽ, ഒരു വ്യത്യസ്തമായ 2 കേസുകളിലായി 3 പോലീസുകാരെയാണ് ലഹരി മാഫിയ സംഘവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇനിയും ബന്ധമുള്ള പോലീസുകാരുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ഇപ്പോൾ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ചിലർ ഈ നിയമ നടപടിയുടെ ഭാഗമായി മാറ്റിയവരുണ്ട്. അങ്ങനെ പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നവരുണ്ട്. ചില കുറച്ചുകൂടി മുതിർന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ള സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത് സ്ഥിരീകരിക്കുകയാണെന്ന് വെച്ചാൽ അന്തർ സംസ്ഥാന ലഹരി സംഘവുമായി പോലീസുകാർക്ക് ബന്ധമുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിന്റെ, അത് കണ്ടെത്തിയതിന്റെ ഒരു പ്രാഥമിക അന്വേഷണ ഫലമായാണ് ഇപ്പോൾ ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.